അതാ നോക്കൂ മുറ്റത്തൊരു മൈന. എന്താ എന്താ നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഇറങ്ങി വരുന്നത് നിങ്ങൾ ആരെന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി പാമ്പിനെ കറി വെക്കട്ടാ. ഇവനോ നമ്മളല്ലേ കറി വെക്കണം. നമ്മള് ഈ വിയറ്റ്നാമികളുടെ അടുത്ത് കൊടുത്ത് നമ്മൾ കറി വെക്കണം. കാരണം അവരുടെ രീതിക്ക് നമ്മളത് കഴിക്കില്ലല്ലോ. വേകുലമാദേവ ഇയാളെങ്ങനെ ഇവിടെ വന്ന് പാപ് ചെല്ലുന്നിടത്തൊക്കെ ഈ പാതോളം പറ്റുണ്ടല്ലോ പണ്ടോരോടങ്ങാൻ. എന്തെങ്കിലും ആകട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. അവരുടെ മസാല ഉപയോഗിച്ചിട്ട് അവർക്ക് തന്നെ നമ്മൾ കറി വെച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. അത്തംപോലെ പാമ്പുകളാ. പാമ്പ് ഇതിന്നാണ് നമ്മൾ രണ്ടെണ്ണം വാങ്ങിക്കാൻ വേണ്ടി പോകട്ടാ. വലിയ സാധനം കേട്ടോ, ചെറിയ പാമ്പല്ല. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഇതിനുള്ളിരിക്കണ ഇത് സാധാരണ പാമ്പല്ല, മൂർഖനാണ്. വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്. മൂർഖനാണ് കേട്ടാ. ഞാൻ ഇവിടെ ഇവനെങ്ങനെ അറിഞ്ഞു? അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അപ്പൊ രണ്ട് പാമ്പ് നമ്മൾ നിന്ന് എടുക്കാൻ വേണ്ടി ഒരു സംസാരിച്ചിട്ട് നമ്മൾ ഭാഷ അറിയാത്തതുകൊണ്ട് അവന്റെ വേറെ ആളിനെ വിട്ടുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ വന്നിട്ട് പുള്ളികൾ സംസാരിച്ചിട്ട് ഓ വലിയ പാമ്പ് തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. അപ്പോ ഈ പാമ്പ് നമ്മുടെ നാട്ടില് ഇതിനെ പിടിക്കുകയോ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാൻ പാടില്ലാട്ടാ. ഇത് നമ്മൾ വിയറ്റ്നാമിലായതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. അവരോട് കറി വെച്ച് കഴിക്കണം. ഇഷ്ടംപോലെ പാമ്പുണ്ട്, എലിയുണ്ട്. തന്നെ എലിയൊക്കെ കിടന്നുറങ്ങാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാണ്? എത്ര വലിയ പാമ്പ്. അതേപോലെ തന്നെ മൂർഖൻ പാമ്പിനെ പിടിച്ച് കവറിലാക്കി വെച്ച് കേട്ടാ. ഇത് കടിച്ചാ ആള് തീരും. ഈ ഞാനേട്ടൻ തോക്കില്ലാതെ ആന വരെ പിടിക്കും. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. അപ്പൊ നമ്മൾ അധികം വൈകില്ല. നമുക്ക് കറി പിന്നെ വാങ്ങിയിട്ട് പുറത്ത് തന്നെ കറി വെച്ച് കൊടുക്കാം. പുതിയ കണ്ടുപിടുത്തം കേട്ടനാണെന്ന് നോക്കില്ല, കൊട്ടാണ്ടി അടിച്ച് പൊട്ടിക്കുന്ന. അപ്പോ എന്താ നമ്മളെ രണ്ട് പാമ്പിനെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാ സാധനം കണ്ടാ. പക്ഷെ കടിക്കണമെന്നില്ല കേട്ടോ, ഇളകണമെന്നില്ല. ഇയാൾക്ക് പ്രാന്ത തന്നെ കുക്ക് ചെയ്ത് റെഡിയാക്കി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോണത്. റെഡിയാകാൻ പോയിട്ട് വന്ന ഉടനെ നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നേരെ ഇവരുടെ രീതിക്ക് നമ്മൾ ഇതിൽ കുക്ക് ചെയ്യണം. എല്ലാം കണ്ടല്ലോ നീ, ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോ അതിന് ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഈ സാധനത്തിനെ നല്ലപോലെ ഒരു ക്ലീൻ ചെയ്തെടുക്കും. ഈശ്വര, ഇതെന്ത് കഥ? ഇതിന് പരിഹാരം ഇല്ല. ക്ലീൻ ചെയ്തെടുക്കും. അതിന്റെ ചെതമ്പലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കണം. പാമ്പിനെയും ശരിയാക്കി ഇപ്പൊ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കണം. ദൈവമേ, ഇവരെ പറഞ്ഞുവിടാൻ എന്താണ് വഴി? ചേച്ചി ഉള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയും ജലാംശം ഈ പാമ്പിന്റെ ശരീരത്തിൽ തന്നെ വന്നിട്ടാ. വെള്ളം ഫുള്ളായി. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അപ്പോ സംഗതി റെഡിയാക്കിട്ട് ചേച്ചി വേറെന്തോ തിരക്കിലാണ്. അപ്പൊ ഇച്ചിരി ഉള്ളി ഇടാൻ വേണ്ടി പറഞ്ഞു കേട്ടാ. നമുക്ക് ഉള്ളി കൊടുക്കാം. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാന് എന്താ നിങ്ങൾ ഉദ്ദേശം? നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇനി ഇവിടെ ഞാൻ ചിലപ്പോൾ ഒരു മൃഗമായിട്ട് മാറും.